എന്തോരം കൈയും കാലം പിടിച്ചിട്ടാണെന്ന് അറിയോ നിനക്ക് ഞാൻ ആ ജോലി ഒപ്പിച്ചെന്ന്? പിന്നെ വലിയ കളക്ടർ ഉദ്യോഗമല്ലേ നീ മേടിച്ചെന്നത്? കളക്ടർ ഉദ്യോഗം മേടിച്ചു തന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ ബാലു എന്ന് പറയുന്നവനോട് ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരു പണിയും ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റും. അതിനധിക കാലം അവൻ ഇവിടെ ഉണ്ടാവില്ല. നീ നോക്കിക്കോ, ഞാൻ അവനെ ഇവിടുന്ന് കെട്ടിക്കും. കെട്ടിക്കലടാ വേണ്ടത്, കെട്ട് പൊട്ടിക്കണം. അവനും അശ്വതിയും തമ്മിലുള്ള കെട്ട് പൊട്ടിക്കണം. അത് പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാം. മാത്രമല്ല നിന്റെ ഭാര്യയുടെ പ്രൊമോഷനും എന്റെ ഭാര്യയുടെ ട്രാൻസ്ഫറും ശരിയാകുകയും ചെയ്യും. എങ്ങനെ? അതിന് വഴിയുണ്ട്. നീ എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ നിൽക്കാം. വേണമെങ്കിൽ എവനും കൂടെ നിൽക്കാം. ഈ രാഷ്ട്രീയ കോമാളി എനിക്ക് വിശ്വാസമില്ല. എവൻ കരിങ്കാലിയാ. ഞാൻ കരിങ്കാലിയാണെങ്കിലും നല്ല കരിങ്കാലിയാ. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എന്ത് പ്രശ്നത്തിലും ഞാൻ കൂടെ നിൽക്കും. ആരുടെ കൂടെ? ശരി, ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ നാടക നടി കൽപ്പനയാണ്. അക്കാര്യം ഞാൻ ഏറ്റു. അല്ല, അവളെ എന്തിനാ വിളിച്ചോണ്ട് വരുന്നത്? അന്ന് വന്നിട്ട് തന്നെ നിന്റെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായതല്ലേ? അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പൊ ഉണ്ടാക്കണം. ഇനിയും വല്ല പ്രശ്നം ഉണ്ടാക്കിയാ നിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യും, ഞാൻ പറഞ്ഞേക്കാം. അത് എന്റെ വീട്ടിലല്ലല്ലോ, അവിടെ അവന്റെ ആ ബാലുവിന്റെ വീട്ടില്. ഓഹോ, മോള് നിൽക്കുന്ന കണ്ണാടി പയ്യനാണ് കുട്ടി. പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്ന മേലിൽ വരുന്ന വർക്കൊക്കെ നിനക്ക് തന്നെ. വർക്കോ? നിങ്ങളെന്താണ് കുടുംബങ്ങളൊക്കെ മൊത്തമായിട്ട് കോൺട്രാക്ട് എടുത്തിരിക്കുകയാണോ? അല്ല, അതിപ്പോ ആരെങ്കിലും മുട കാണിക്കല്ലേ. ഓശാരത്തിനല്ലോ, പറഞ്ഞ കാശ് വന്നില്ലേ? പറഞ്ഞ പോലെ ചെയ്താൽ മതി. വേണ്ട സഹോദരി ചെല്ലു. മോനെ, മോനെ എന്നെ മനസ്സിലായോ? മോന്റെ അമ്മയാ? അല്ല, എന്റെ അമ്മ ഇതല്ല. എന്റെ അമ്മ അശ്വതിയാ. അത് മനുമോന്റെ വളർത്തമ്മയാ. മോന്റെ ശരിക്കുള്ള അമ്മ ഞാനാ. മോനെ കാണാനാ അമ്മ ഇപ്പൊ വന്നത്. മോനെ അമ്മ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വാങ്ങിച്ചോ മോനെ? പോക്കറ്റ് വെക്കട്ടെ? ഇനി എന്നും അമ്മ വരാൻ കേട്ടാ. മോന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തരാം. വാ. ഇന്നിട്ട് ഷർട്ട മണ്ണി കിടന്നുകൊണ്ട് മുഴുവൻ വൃത്തിയേടാക്കി. എന്താ ഇത്? ഇതൊന്നും വാങ്ങി കഴിക്കരുത് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത് അമ്മ തന്നതാ. ഞാനോ? ഇത് വളർത്തമ്മ. എന്റെ ശരിക്കുള്ള അമ്മ തന്നതാ. ഇന്നും അമ്മ സ്കൂളിൽ വന്ന് എനിക്ക് ചോക്ലേറ്റ് തന്നു. ആരാ ഈ അമ്മ? എവിടെ അമ്മയുടെ വീട്? ഞാനും ചോദിച്ചതാ, പറഞ്ഞില്ല. അച്ഛൻ അറിയാന്ന് പറഞ്ഞു. ഏതച്ഛന്? എന്റെ അച്ഛൻ, ഡോക്ടർ ബാലു. അമ്മ ഇതിനു മുമ്പ് നിന്നെ ഓർഫനേജ് കാണാൻ വരുമായിരുന്നോ? അമ്മ ഇപ്പഴേ വന്നു തുടങ്ങിയ. അച്ഛൻ നല്ലായിരുന്നു. അമ്മ എന്നും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിട്ട നമ്പർ ശരിക്കേറ്റു. കേൾക്കാതെ എവിടെ പോവാൻ? ഈ ഉണ്ണികൃഷ്ണനല്ലേ നമ്പർ ഇറക്കിയത്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയാവോ? അശ്വതിയെ ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാവൂ. ഞാൻ പറയാം. എന്താന്ന് വെച്ചാ പറഞ്ഞു വിലക്ക്. ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാ പോരെ? എഴുന്നേറ്റ് പോടോ. ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേക്ക് കൂടെ കൊണ്ട് നടക്കുന്നത് നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുള്ളതാ. അതൊക്കെ കള. എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറ. ഇപ്പൊ അശ്വതി സംശയാലുമാണ്.
പ്രശ്നക്കാരിയായ ഭാര്യയാണ്. അതുപോലെ ബാലുവിനെയും ഒരു കുഴപ്പക്കാരനായ ഭർത്താവാക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. ഭർത്താവ് കുഴപ്പക്കാരനാകണമെങ്കിൽ ദാ, ഇതാണ് അതിന് പറ്റിയ മരുന്ന്. അതിന് ബാലു കുടിക്കില്ലല്ലോ. കുടിക്കില്ലെങ്കിൽ കുടിപ്പിക്കണം. അത് ദാ ഇവൻ വിചാരിച്ചാൽ സാധിക്കും അല്ലേ ഉണ്ണികൃഷ്ണ? ഉം. സാധിക്കില്ലേ? ഉം. ആ ഒഴിക്കേ. അയ്യോ മതി മതി, ഞാനിതൊന്നും കഴിക്കാറില്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ വന്ന് നിർബന്ധിച്ചതുകൊണ്ടാ. ഞാൻ കഴിക്കും. പക്ഷെ ഞാൻ കഴിക്കുമ്പോ എന്റെ കൂടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടായിരിക്കണം. മനസ്സ് തുറന്ന് സംസാരിക്കണം. Cheers. Cheers. അയ്യോ എന്തൊരു കുടിയത്! ഇങ്ങനെ കുടിച്ച കരള് കത്തിപ്പോവില്ലേ? കത്തിപ്പോട്ടെ. എന്റെ കരളിന്റെ കരളായ ഭാര്യയ്ക്ക് എന്നെ വേണ്ട. പിന്നെ എനിക്കെന്തിനാ ഈ കരള്? പുഴുങ്ങി തിന്നാനോ? ഇതിപ്പോ ഉണ്ണികൃഷ്ണൻ ഫിറ്റായി കുഴപ്പമുണ്ടാക്കുമെന്ന എന്റെ പേടി. ഇക്കാര്യത്തിന് അവനെ വിടണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. നീ ആ പോയിന്റ് എടുത്തത്. സംശയം സംശയം? സംശയം. ഈയിടെ എന്റെ ഭാര്യയ്ക്ക് അതും തുടങ്ങിയിടും. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവൾക്ക് സംശയം. ഇതെല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. ആണുങ്ങളെ ഒരുമാതിരി കൊച്ചാണന്മാരാക്കുന്ന ഏർപ്പാട്. ഇതേലൊരു 4 എണ്ണം വിട്ടേച്ച് എന്നിട്ട് ഭാര്യയെ സ്നേഹത്തോട് അടുത്തു, എന്നിട്ട് പടപടപടാന്നൊരൊറ്റ പിടയും കൊണ്ട് പിടിക്കുക. പിറ്റേ ദിവസം കാലത്തെ വിളിച്ചൊരു സോറി പറയും. ഭാര്യമാരുടെ സംശയം എല്ലാം മാറും. സംശയങ്ങൾ മാറ്റാൻ ഇതിനേക്കാൾ നല്ലൊരു മരുന്ന് ലോകത്ത് ഒരു ഭർത്താവും കണ്ടുപിടിച്ചിട്ടില്ല. അമ്മയാണ് സത്യം. അതുകൊണ്ട് താനും കുടിക്കും. തന്റെ വീട്ടിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാറി പോകട്ടെ. സംശയങ്ങളെല്ലാം പോട്ടെ. പൊടി. കുറച്ചും കൂടെ കുറച്ചും കൂടെ കൂടി. അവിടെ നിക്കേ. നിനക്കെന്നെ സംശയമാണോ അല്ലയോ? ചോദിച്ച കേട്ടില്ലേ? നിനക്കെന്നെ വിശ്വാസമില്ലേന്ന്. ചോദിച്ചതിന് ഉത്തരം പറയടി. എന്തായാലും പറയുന്നത് ചോദിച്ചതിന് ഉത്തരം പറ. എനിക്കാരും ഒരു സംശയമില്ല. ബാലേട്ടൻ വാ, വന്ന് കിടക്ക്. എനിക്കറിയാം, ഒരിക്കലും നിനക്ക് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയെ പോലെ ഒരു ദുഷ്ടത്തെയാവാൻ പറ്റില്ല. എന്റെ മോള് പാവല്ലേ. ശരിക്കും മനസ്സിലാക്കാതെ എന്റെ മോളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു. എന്നോട് ക്ഷമിക്കും. ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്നോട് പറ. എനിക്കത് മാത്രം കേട്ടാ മതി. ബാലേട്ടൻ വാ, നമുക്ക് മോളിൽ പോയി സംസാരിക്കാം. അയ്യോടാ, എല്ലാം തൊലഞ്ഞു. ഇതുവരെ ഉണ്ടാക്കിയതും കൂടെ പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവന്റെ പൊട്ട ഐഡിയ ഒന്നും എടുക്കേണ്ടതെന്ന്. ഇതിലും നല്ല പൊട്ട ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തേനെ. ഇനിയിപ്പോ അവരുടെ ദാമ്പത്യ വല്ലരി തളർക്കും. അതിന് വളവായത് എന്റെ കാശാണ്. അതിന് ഞാൻ അറിഞ്ഞോ ഇവളൊരു ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയാണെന്ന്? ഒരു യഥാർത്ഥ ഭാര്യയാണെന്ന് കരുതിയല്ലേ ഞാൻ ഈ ഐഡിയ ഒക്കെ പറഞ്ഞത്? എടാ, ഒരു യഥാർത്ഥ ഭാര്യ ആയിരുന്നെങ്കിൽ ഭർത്താവ് ഇതേപോലെ വെള്ളം അടിച്ചേച്ച് വരുമ്പോ ഇങ്ങനെ ഇളിച്ചോണ്ട് നിൽക്കോ? അഴിഞ്ഞുലഞ്ഞ തലമുടിയും വിതുമ്പുന്ന ചുണ്ടുകളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരു ഭദ്രകാളിയെ പോലെ നിന്നേനെ. യെസ്, എക്സാക്ട്ലി ലൈക്ക് ഭദ്രകാളി. അച്ഛാരിതെന്ത് ഭാവിച്ച? ഭാര്യ മകളൊക്കെ ചത്തെന്ന് വിചാരിച്ചോ? അപ്പൊ ഈ കള്ളൂടിയും കഞ്ചാവോലിയും കൊണ്ടാ വീട്ടിൽ ശമ്പളം എത്താത്തതല്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ ചിട്ടി കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് 3-4 മാസം ശമ്പളം കിട്ടില്ല എന്ന്. കിട്ടുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും. കൂടുതൽ നുണയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അച്ഛൻ ഇങ്ങനെ കള്ളും കുടിച്ച് കൂത്താടി നടന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ.
ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാനിപ്പോ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? അതെ, നിന്റെ പ്രൊമോഷൻ ശരിയാക്കാൻ വേണ്ടി. അത് ശരിയാകണമെങ്കിൽ പല ഉന്നതന്മാരുമായിട്ട് എനിക്ക് ബന്ധം വേണം. മദ്യപാനത്തിലൂടെ അത്തരം ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റൂ. ചില ഉന്നതന്മാരുമായിട്ട് ഞാനിന്ന് അല്പനേരം മദ്യപിച്ചു. അത് നിന്നെ സൂപ്പറുണ്ടാക്കാനാ, അല്ലാതെ അച്ചായന് ലഹരിയുടെ സുഖം അറിയാനല്ല. ഇന്നല്പം നേരത്തെ കിടക്കണം. നീ ചോറോളം എന്താടേ? എന്നാ പോടേ. വാടേ ആടേ കയ്യ നീ വാടേ.